ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന RJD അനുനയിപ്പിക്കാൻ LDF നീക്കം. RJD സംസ്ഥാന അധ്യക്ഷൻ ശ്രേയാംസ് കുമാറുമായി LDF കൺവീനർ EP ജയരാജൻ ചർച്ച നടത്തി. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ രാജിവെക്കുമെന്ന RJDയുടെ നിലപാട് പിൻവലിക്കാൻ ചർച്ചയിൽ ധാരണയായി. സീറ്റ് ലഭിക്കാത്തതിനെതിരെ പരസ്യ പ്രതിഷേധവുമായി RJD രംഗത്തെത്തിയതിനു പിന്നാലെയാണ് EP ജയരാജന്റെ പ്രതികരണം. മുന്നണിക്കകത്ത് പ്രശ്നങ്ങളില്ലെന്നും ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് തീർപ്പാക്കുമെന്നും EP ജയരാജൻ പറഞ്ഞു. RJDയിൽ ഇനി എന്തെങ്കിലും അവർക്ക് പ്രത്യേക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചർച്ച ചെയ്യും. അതിലൂടെ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. തുടർന്ന് EP ജയരാജൻ RJDയെ ഔദ്യോഗികമായി ചർച്ചയ്ക്ക് വിളിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ AKG സെന്ററിലെത്തി. സീറ്റ് നൽകാത്തതിൽ ശ്രേയാംസ് കുമാർ പ്രതിഷേധമറിയിച്ചു. അരമണിക്കൂർ നീണ്ട ചർച്ചയിൽ വിശദമായ ഉഭയകക്ഷി ചർച്ച നടത്താൻ തീരുമാനമായി. RJD പരസ്യ പ്രതിഷേധവും ബോർഡ് കോർപ്പറേഷൻ രാജിവെക്കുമെന്ന നിലപാടും പിൻവലിക്കാൻ ചർച്ചയിൽ ഇടതുമുന്നണി കൺവീനർ ആവശ്യപ്പെട്ടു. ചെറുകക്ഷികൾക്ക് വരെ മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ RJDയെ ഒഴിവാക്കിയതും പാർലമെന്റ് സീറ്റ് നിഷേധവും വരെ ചർച്ചയായതാണ് സൂചന. കടുത്ത നടപടികൾ നിർത്തിവെക്കാനും രാജി പിൻവലിക്കാനും തീരുമാനിച്ചതായി RJD ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ തുടക്കത്തിലെ ഇടതുമുന്നണിയിൽ ഉടലെടുത്ത കലാപക്കൊടിയാണ് അനുരഞ്ജന ചർച്ചയിലൂടെ താൽക്കാലികമായെങ്കിലും മറികടന്നിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24.